ഹലോ ഗൈസ്, എഡ്യൂർ ലേണിംഗിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് സീരീസിലെ ഫംഗ്ഷൻ എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇതുവരയ്ക്കും ഈ സീരീസിലെ വീഡിയോസ് കാണാത്തവർ ആ വീഡിയോസ് എല്ലാം കാണണമെന്നും അത് മനസ്സിലാക്കി പ്രോഗ്രാമിംഗ് എന്താണെന്നും എത്ര തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ടെന്നും ഡേറ്റ ടൈപ്പ് എന്താണെന്നും വേരിയബിൾ എന്താണെന്നും ലൂപ്സ് എന്താണെന്നും കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോ ഐ ആം സാഹിർ, വെൽക്കം ടു ദ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. സോ ഫങ്ഷൻസ് എന്നാൽ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് കോഡാണ്. നമുക്ക് ന്യൂമറസ് ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കോഡിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പുള്ള സെഷൻസിൽ പഠിച്ച പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫംഗ്ഷനാണ്. പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യം എന്താണ്? നമ്മൾ ഒരു കാര്യം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓരോ പർട്ടിക്കുലർ ഫംഗ്ഷനും ഒരു പർട്ടിക്കുലർ ടാസ്ക് ആയിരിക്കും ചെയ്യുന്നത്. അതനുസരിച്ച് അത് ചിലപ്പം എന്തെങ്കിലും റിട്ടേൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കേക്ക് റെസിപ്പിയോട് നമുക്ക് ഫംഗ്ഷനെ നമുക്ക് കമ്പയർ ചെയ്യാം. നമ്മൾ കേക്കിലെ റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കേക്കിലെ ബേസിക് റെസിപ്പിയൊക്കെ സെയിം ആയിരിക്കും അല്ലേ? നമുക്ക് മാവ് വേണം, പഞ്ചസാര വേണം, ചിലർ ബേക്കിംഗ് സോഡ ഇടാറുണ്ട് അല്ലേ? അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ നമുക്കത് ഫ്ലേവർ ആവും. ചിലപ്പോൾ അത് വാനില ഫ്ലേവർ ആഡ് ചെയ്യാം, ചിലപ്പോൾ അതിനകത്ത് ചോക്ലേറ്റ് ഫ്ലേവർ ആഡ് ചെയ്യാം. അങ്ങനെ ഫ്ലേവർ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ കേക്കിൻ്റെ ടേസ്റ്റും വ്യത്യാസം വരും അല്ലേ? അതുപോലെയാണ് ഫങ്ഷൻസിൻ്റെ ബേസിക് സിൻടാക്സും ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റിനനുസരിച്ച് കേക്കിൻ്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടുന്നില്ല. നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന ടാസ്ക് അനുസരിച്ചിട്ട് ആ ഫംഗ്ഷനും റിട്ടേൺ ചെയ്യുന്നതും വ്യത്യാസം വരും. ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന കോഡ് റീയൂസബിലിറ്റിയാണ്. അതായത് നമ്മൾ ഒരിക്കൽ യൂസ് ചെയ്ത ഫംഗ്ഷൻ നമുക്ക് എത്ര തവണ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ പ്രിൻറ്റ് കണ്ടല്ലോ, പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പ്രിൻ്റ് ഒരിക്കൽ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യാൻ കോഡ് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ആർക്കൊക്കെ വേണമെങ്കിലും നമുക്ക് എന്താണ് ഫംഗ്ഷൻ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതാണ് ബേസിക്കലി ഫംഗ്ഷൻ്റെ അഡ്വാൻറ്റേജ്. ഇത് കാരണം നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. നമുക്ക് ഫംഗ്ഷനെ ബേസിക്കലി 4 തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സും ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സും. ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് തന്നെ ഫംഗ്ഷൻ റിട്ടേണിംഗ് വാല്യൂസും ഫംഗ്ഷൻ നോൺ റിട്ടേണിംഗ് വാല്യൂസ് എന്നും ഡിവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സിനെ റിട്ടേണിംഗ് വാല്യൂസ് ഉപയോഗിച്ചിട്ടും നോട്ട് റിട്ടേണിംഗ് വാല്യൂസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വേരിയബിൾസ് ആണ്. ഫംഗ്ഷന് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസിനാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ വേണമെങ്കിൽ ഏത് തരത്തിലുള്ള വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഡേറ്റ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഇൻറ്റിജർ പാസ് ചെയ്യാം, ചിലപ്പോൾ ഫ്ലോട്ട് പാസ് ചെയ്യാം, സ്ട്രിങ് പാസ് ചെയ്യാം. അപ്പം ഏത് ഫംഗ്ഷനാലിറ്റി ആണോ നമ്മൾ ആ ഫംഗ്ഷൻ കൊണ്ട് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് ഫംഗ്ഷന് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സും വ്യത്യാസം വരും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ കേക്കിൻ്റെ അകത്ത് ടേസ്റ്റിന് വേണ്ടിയിട്ട് വാനിലയും ചോക്ലേറ്റൊക്കെ പാസ് ചെയ്യുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരുന്ന പോലെ ഇവിടെയും നമുക്ക് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്പ് നമുക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെൻ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഉദാഹരണം, നിങ്ങളൊരു ഗെയിം 𝐴BC എന്നൊരു ഗെയിം ഡെവലപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ ഗെയിമും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു വെൽക്കം മെസ്സേജ് കാണണം അല്ലേ? അപ്പോൾ നമുക്കൊരു വെൽക്കം മെസ്സേജ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ഫംഗ്ഷന് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ അവിടെ ഒരു വെൽക്കം മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നെയിം ക്രിയേറ്റ് ചെയ്തു. ദെൻ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ബ്രേസസ് ഓപ്പൺ ചെയ്തു. ദെൻ പാരാന്തസിസ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുശേഷം നമ്മൾ എന്താണോ ടാസ്ക് ഇവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ എന്താ ടാസ്ക് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രിൻറ്റ് ചെയ്യാനാണ്. നമുക്ക് വെൽക്കം ടു ദ ഗെയിം 𝐴BC എന്നുള്ള സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അത് നമ്മൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തു. അതിനുശേഷം പാരാന്തസിസ് ക്ലോസ് ചെയ്തു. ഇതാണ് ബേസിക് ഒരു ഫംഗ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെൻ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് വെൽക്കം മെസ്സേജ് എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമുക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാത്ത ഫംഗ്ഷൻ നമ്മൾ വോയിഡ് ഫംഗ്ഷൻസ് എന്നും നമ്മൾ പറയാറുണ്ട്. ഇനി നമുക്ക് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് നോക്കാം. ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് നമ്മൾ 2 നമ്പറിൻ്റെ സമ്മ് കാണാനുള്ളൊരു ഫംഗ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് കൊടുത്തു. അതിനുശേഷം സം എന്ന് പറയുന്ന 2 നമ്പർ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. സം എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു ഫംഗ്ഷന്. അതിന് 2 ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ 2 വേരിയബിൾസ് എയും ബിയും എയും ബിയും പാസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താണ് കേർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ എന്താ വേണ്ടത്? നമുക്ക് 2 നമ്പറിൻ്റെയും സമ്മാണ് കാണാം. അപ്പോൾ ഞാൻ പ്രിൻ്റ് എന്ന് പറയുന്നത് കൊടുത്തു. അതിൽ A+B എന്നിട്ട് കേർലി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തു. ഇതാണ് ബേസിക്കായിട്ട് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് കൊടുക്കുന്ന വാല്യൂസ് എന്താണോ ആ 2 നമ്പറിൻ്റെ സമ്മായിരിക്കും നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇനി ഉള്ളത് ഫംഗ്ഷൻ റിട്ടേണിംഗ് വാല്യൂസ് ഓർ നോട്ട്. ഫംഗ്ഷൻ റിട്ടേണിംഗ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ ഫംഗ്ഷൻ എന്തെങ്കിലും ഔട്ട്പുട്ട് യൂസറിന് കാണിക്കുന്നുണ്ടെന്നാണ്. എന്ത് തരത്തിലുള്ള ഔട്ട്പുട്ട് വേണമെങ്കിലും ആവാം. ചിലപ്പോൾ സ്ട്രിങ് ആവാം, ചിലപ്പോൾ ഇൻറ്റിജർ ആവാം, ചിലപ്പോൾ ബൂളിയൻ ഔട്ട്പുട്ട്സ് ആയിരിക്കും. അങ്ങനെയുള്ള ഔട്ട്പുട്ട്സ് യൂസറിന് കാണിക്കുന്നുള്ളതാണ് ഫംഗ്ഷൻ റിട്ടേണിംഗ് വാല്യൂസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ബേസിക്കലി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതൊരു വേരിയബിളിൻ്റെ അകത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിലോ പാസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് കാണിക്കത്തുള്ളൂ. ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ മാക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിന് 2 ആർഗ്യുമെൻ്റ് ഉണ്ട്, arg1ഉം arg2ഉം. ഇവിടെ എന്താ ചെയ്യേണ്ടത്? മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 2 ആർഗ്യുമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 2 ആർഗ്യുമെൻറ്റിൻ്റെയും ലാർജസ്റ്റ് കാണിക്കാനാണ് ഈ ഫംഗ്ഷൻ എഴുതിയെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏബർ ഈ ഫംഗ്ഷനിലുള്ള ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പുതിയൊരു വേരിയബിൾ മാക്സ് നമ്പർ എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മാക്സ് ഓഫ് 60,2 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് മാക്സ് ഓഫ് 60,2 എന്ന് കൊടുക്കുക. ഇവിടെ 2 നമ്പറിൻ്റെ 60യുടെയും 2യുടെയും മാക്സ് നമ്പർ ഏതാണെന്ന് കാണിക്കും. സോ ഔട്ട്പുട്ട് ഈ കേസിലാണെങ്കിൽ ആ വേരിയബിൾ നെയിം അതിൻ്റെ അകത്ത് ബ്രാക്കറ്റിൻ്റെ അകത്ത് 60 എന്നുള്ള ഔട്ട്പുട്ട് ലാർജസ്റ്റ് നമ്പർ ഏതാണ്, മാക്സിമം നമ്പർ ഏതാണെന്നുള്ളത് കാണിക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ജസ്റ്റ് 60 എന്നുള്ളത് മാത്രമായിട്ട് കാണിക്കും. സോ അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതിയിലാണ്. ഞാൻ ഇന്നിപ്പം പറയാൻ വേണ്ടി പോകുന്ന എക്സാമ്പിൾ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ളതാണ്. പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് DEF എന്ന് പറഞ്ഞ കീവേഡാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പാരാന്തസിസ് കൊടുക്കും. പാരാന്തസിസിൻ്റെ അടുത്ത് നേരത്തെ കണ്ട എക്സാമ്പിളിലുള്ള ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ DEF എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തു, അവിടെ ഫംഗ്ഷൻ ഒരു പേര് കൊടുത്തു, അതിനുശേഷം എന്ത് ആർഗ്യുമെൻറ്റ്സ് ആണോ പാസ് ചെയ്യുന്നത് ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുത്തു, ദെൻ കോളൻ, എന്നിട്ട് നമുക്ക് എന്ത് ടാസ്ക് ആണോ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കോഡ് കോളൻ കഴിഞ്ഞതിന് ശേഷം താഴെ അടുത്ത സെൻറ്റൻസിൽ എഴുതുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൈതണിലാണെന്നുണ്ടെങ്കിൽ ഇൻഡൻറ്റേഷൻ മാൻഡേറ്ററി, അതായത് ഒരു സ്പേസ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടതാണ്. നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഫംഗ്ഷന് ആർഗ്യുമെൻറ്റിന് എല്ലാ വാല്യൂസും കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ അത് എറർ കാണിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ DEF സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, arg1ഉം arg2ഉം അതെന്താ റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഈ രണ്ട് ആർഗ്യുമെൻറ്റിൻ്റെയും സം റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതിന് നോർമൽ ഔട്ട്പുട്ട് എന്താണ് 4,5 ആയിരിക്കും, അതായത് ഔട്ട്പുട്ട് 9 ആയിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ ഇതിന് പകരം നിങ്ങൾ 4 മാത്രമേ കൊടുത്തോളൂ. ഇൻ പ്ലേസ് നിങ്ങൾ സം ഓഫ് 4 മാത്രമേ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സം ഓഫ് 4 മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എറർ വരും. അതായത് ഒരു ആർഗ്യുമെൻ്റ് വാല്യൂ നമ്മൾ പാസ് ചെയ്തിട്ടുള്ളൂ, ആ സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി എറർ കാണിക്കും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ആർഗ്യുമെൻറ്റിനും വാല്യൂ പാസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത്രയാണ് ബേസിക്കായിട്ട് നമുക്ക് ഫംഗ്ഷനിൽ പഠിക്കാനുള്ളത്. ഒന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമറസ് ടൈം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് കോഡിനെയാണ് നമ്മൾ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് കോഡ് റീയൂസബിലിറ്റിയും ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഫംഗ്ഷൻ്റെ ഡെഫിനിഷനകത്ത് നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് പാസ് ചെയ്യുന്ന വേരിയബിൾസ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാനോ റിട്ടേൺ ചെയ്യാതിരിക്കാനോ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു ഫംഗ്ഷൻ വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിനെ വോയിഡ് ഫംഗ്ഷൻ എന്ന് പറയും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കുന്ന ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.